إن الحمد لله خالق السماوات والأرض وجاعل الظلمات والنور وفالق الحب والنوى إن الحمد لله نحمده ونستعينه ونستغفره ونستهديه اللهم صل على محمد وعلى آل محمد أما بعد. ബഹുമാന്യനായ അധ്യക്ഷൻ മഹാഗുരു മമ്മണ്ണി മൗലവി സാഹിബ് അവറുകളെ, വേദിയിലിരിക്കുന്ന അക്കാദമിക പ്രവർത്തകരെ, വിദ്യാഭ്യാസ വിചക്ഷണരെ, ജനപ്രതിനിധികളെ, സന്നദ്ധ സേവകരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സദസ്സിനെ ഞാൻ അഭിമുഖീകരിക്കുന്നത്. വാടാനപ്പള്ളി ഓർഫനേജ് കമ്മിറ്റിയുടെ കീഴിലുള്ള തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും കൊല്ലം ജില്ലയുമായി പ്രവർത്തിക്കുന്ന വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ വിദ്യാർത്ഥികൾക്കുള്ള സനദ് ദാന സമ്മേളനമാണ് നടക്കുന്നത്. ഈ സനദ് ദാന സമ്മേളനത്തിന്, അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചു എന്നുള്ളത്, ആ ഉത്തരവാദിത്വം എന്നിൽ ഏൽപ്പിക്കപ്പെട്ടു എന്നുള്ളത് എനിക്കുള്ള ഒരു അംഗീകാരമായി ഞാൻ കാണുകയാണ്. ഈ സനദ് ദാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം പ്രപഞ്ച സ്രഷ്ടാവും കരുണാവാരിധിയുമായ അള്ളാഹുവിനെ സാക്ഷിയാക്കി നിർവഹിച്ചതായി ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. ദീർഘമായി പ്രസംഗിക്കാനുള്ള സമയമല്ല ഇത്. എൻ്റെ പിന്നിൽ ഇരിക്കുന്ന എല്ലാവരും അക്കാദമിക പ്രവർത്തകരാണ്, വിദ്യാഭ്യാസ വിചക്ഷണരാണ്, സേവകരാണ്. അതുകൊണ്ട് ദീർഘമായ പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല. 4 കാര്യങ്ങൾ സംക്ഷിപ്തമായി നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് തന്നെയാണ്. വാടാനപ്പള്ളി ഓർഫനേജ് കമ്മിറ്റി അരനൂറ്റാണ്ടായി ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നു, അതിൻ്റെ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. ഈ സ്ഥാപനങ്ങളെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത് ഏറ്റവും സാമ്പത്തികമായി, സാംസ്കാരികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ പോലും കണ്ടെത്തി അവരെ സ്ഥാപനത്തിലേക്ക് സ്വീകരിച്ച് അവരെ സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് വളർത്തുന്ന ഒരു സ്ഥാപനമാണിത് എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ വിളിച്ച് ചോദിച്ചു നോക്കൂ. അവർ അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും
ഓർഫനേജിലും ഓർഫനേജ് കോളേജിലുമുള്ള ജീവിതത്തെക്കുറിച്ചും വാചാലമാകുന്നത് കാണാം. അവരെവിടെ നിന്ന് വന്നു, എവിടെ എത്തി എന്ന് സംസാരിക്കുന്നത് കാണാം. ഓരോരുത്തരുടെ ജീവിതവും ഓരോ ടെസ്റ്റിമണിയാണ്, ഓരോ ഉദാഹരണമാണ്. ഇതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ദീനീ മദാരിസുകളിൽ ഒന്നാണ് ഇത് എന്നുള്ളതാണ്. 20 കൊല്ലം മുമ്പ് IOS, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്ജക്റ്റീവ് സ്റ്റഡീസ്, ദീനീ മദാരിസുകളെ കുറിച്ചൊരു പഠനം നടത്തിയിരുന്നു. ദീനീ മദാരിസുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇസ്ലാമിക് മതവിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി ആ പഠനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഉത്തരേന്ത്യയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ 20 വർഷം മുമ്പ് റിസർച്ച് നടത്തി രേഖപ്പെടുത്തിയിട്ടുള്ള പോരായ്മകളിൽ ഒന്നുപോലും പരിഹരിക്കുവാൻ ഉത്തരേന്ത്യയിലെ മിക്ക സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ദീനീ വിദ്യാഭ്യാസത്തിൽ തുടങ്ങുകയും ദീനീ വിദ്യാഭ്യാസത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന, വിദ്യ നേടുകയും വിദ്യ നൽകുകയും ചെയ്യുന്ന ഒരു സ്വതന്ത്ര ഇൻഡസ്ട്രി എന്നതിലുപരി ഒരു വിജ്ഞാനോൽപാദനവും നടത്താത്ത, ഒരു പുരോഗതിയെയും സമൂഹത്തിന് നൽകാത്ത സ്ഥാപനങ്ങളായി പലതും നോക്കി നിൽക്കുമ്പോൾ വാടാനപ്പള്ളിയും അതിന് കീഴിലുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദീനീ വിജ്ഞാനത്തോടൊപ്പം ദീനീ അവബോധത്തോടൊപ്പം അതിൻ്റെ വാതിൽ മെയിൻ സ്ട്രീമിലേക്ക് തുറക്കുന്നു എന്നുള്ളതാണ് ഏത് ജീവിത സാഹചര്യങ്ങളിലേക്കും കടന്നു കയറാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത് ആണ് എന്നുള്ളതാണ് വാടാനപ്പള്ളി സ്ഥാപനങ്ങളുടെ മറ്റൊരു സവിശേഷത. ഒട്ടേറെ സവിശേഷതകളുണ്ട്. ഞാൻ ഈ സ്ഥാപനത്തെ അകമഴിഞ്ഞു സ്നേഹിക്കുന്നു. കാരണം ഈ സ്ഥാപനം ഒരു ഗരീബ് നവാസാണ്. ദരിദ്രരോട് അനുകമ്പയുള്ള, അനാഥരോട് അനുകമ്പയുള്ള, അഗതികളോട് അനുകമ്പയുള്ള ഒരു സ്ഥാപനമാണിത്. ഒരു ഗരീബ് നവാസാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സമൂഹത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലുടനീളം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘത്തെയും സംഘടനകളെയും നോക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉസ്ര എന്ന് പേരിട്ട് വിളിക്കുന്ന വാടാനപ്പള്ളി പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന് പറയുന്നത് തുല്യതയില്ലാത്ത ഒരു സംഘമാണ്. എന്താണോ സ്ഥാപനം തങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അത് ഇരട്ടിക്കിരട്ടിയായി സ്ഥാപനത്തിനെന്ന പോലെ സ്ഥാപനത്തിന് നൽകുന്നതിലൂടെ സമൂഹത്തിനും തിരിച്ചു കൊടുക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. സ്വന്തം മാതാവിനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം ഉസ്രയിലെ ഏത് വിദ്യാർത്ഥിക്കും
ഈ സ്ഥാപനത്തോടുണ്ട് എന്നത് നമുക്ക് തൊട്ടറിയാൻ കഴിയുന്ന കാര്യമാണ്. ഉസ്ര, ഗ്രേറ്റർ ഉസ്ര എന്ന പേരിൽ ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ പദ്ധതി തീർച്ചയായും ഈ സ്ഥാപനത്തെ, ഈ സ്ഥാപന സമുച്ചയത്തെ ഇനിയും പുരോഗതിയിലേക്ക് നയിക്കാനുള്ളതാണ്. ഈ സ്ഥാപനത്തിൻ്റെ മക്കളോടൊപ്പം ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന പ്രസ്ഥാന പ്രവർത്തകരും, ഈ സ്ഥാപനം എവിടെയൊക്കെയാണോ നിലനിൽക്കുന്നത് അവിടങ്ങളിലുള്ള നാട്ടുകാരും ഉസ്രയോടൊപ്പം നിന്ന് ഈ സ്ഥാപനങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് വളർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമതായി ഞാൻ സംസാരിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ലീഡർഷിപ്പിനെ കുറിച്ചാണ്. സവിശേഷമായി കെ മമ്മുണ്ണി മൗലവിയെക്കുറിച്ച്. ഞാൻ അദ്ദേഹത്തെ മഹാഗുരു എന്ന് സൂചിപ്പിച്ചു. ഒരു പേര് കൂടി ഞാൻ പറയുന്നു. അദ്ദേഹം ഒരു യതീം നവാസാണ്. അബുൽ യതാമ, രക്ഷിതാക്കളില്ലാത്തവരുടെ രക്ഷിതാവ്. അതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. ഞാൻ വിഷൻ 2026 ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്. 2006 18 വർഷം മുമ്പാണ് വിഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പക്ഷേ വിഷന്റെ പ്രവർത്തനങ്ങളുമായി ഉത്തരേന്ത്യയുടെയും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെയും ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ 40 കൊല്ലം മുമ്പും 45 കൊല്ലം മുമ്പും മമ്മുണ്ണി മൗലവി പല പ്രദേശങ്ങളിലും കാൽ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ മദ്രസ, ഈ പള്ളി, ആ കോളേജ്, ആ കിണർ അത് മമ്മുണ്ണി മൗലവി മുഖേന ലഭിച്ചതാണ്, അദ്ദേഹം ഉണ്ടാക്കി തന്നതാണ് എന്ന് പറയും. ഒരു അസാധാരണമായ വ്യക്തിത്വമാണ്. ലളിതമായ ജീവിതവും ത്യാഗസന്നദ്ധതയും ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവുമുള്ള ഒരു വലിയ വ്യക്തിത്വം. ഞാൻ അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിനു വേണ്ടി, ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മമ്മുണ്ണി മൗലവി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് മുമ്പ് VP ഉണ്ടായിരുന്നു. സ്ഥാപനത്തോടുള്ള മനോഭാവവും അനാഥരോടുള്ള ദയാവായ്പും അദ്ദേഹത്തിൻ്റെയും പ്രകൃതമായിരുന്നു. അവശരോട് കാരുണ്യം കാണിക്കാത്തവന്, എമ്പതിയില്ലാത്തവന് വാടാനപ്പള്ളി സ്ഥാപന സമുച്ചയത്തോടൊപ്പം സഞ്ചരിക്കുക സാധ്യമല്ല. അതൊരു കൾച്ചറാണ്, അതൊരു സംസ്കാരമാണ്. അതിനിയും നിലനിൽക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് എനിക്ക് സംസാരിക്കാനുള്ളത് വിദ്യാർത്ഥികളോടാണ്. നിങ്ങളുടെ ദിവസമാണ് ഇന്ന്. നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾക്കുള്ള, പ്രതിബദ്ധതക്കുള്ള, നിരന്തരമായ പ്രവർത്തനത്തിനുള്ള അംഗീകാരം ഇന്ന് ലഭിക്കുകയാണ്. നിങ്ങളുടെ പൂർവഗാമികൾ സമൂഹത്തിന് അത് തിരിച്ചു കൊടുത്തതുപോലെ നിങ്ങളും തിരിച്ചു കൊടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.
അടിസ്ഥാന മാനവിക മൂല്യങ്ങളും അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങളും അടിസ്ഥാന സാമൂഹിക മൂല്യങ്ങളും അടിസ്ഥാന ഇസ്ലാമിക മൂല്യങ്ങളുമുള്ള ഒരു തലമുറയാണ് ഇന്ന് പുറത്തു പോകുന്നത്, ഈ സ്ഥാപനം ജനങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് സ്ഥാപനത്തിന് പ്രതീക്ഷയുണ്ട്, നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാർക്ക് പ്രതീക്ഷയുണ്ട്, നിങ്ങളുടെ സമൂഹത്തിന് പ്രതീക്ഷയുണ്ട്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിനും അധസ്ഥിത ജനവിഭാഗത്തിനും ഉള്ള പ്രതീക്ഷ നിങ്ങളുകൂടി ആയി ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ സ്ഥാപനത്തെ ഉത്തരോത്തരം വളരാൻ പ്രേരിപ്പിച്ച, സഹായിച്ച അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള ജോലിക്കാരുണ്ട്. ഈ മിഷനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് അവരാണ്. അവർക്കും ആഹ്ലാദിക്കാനും സന്തോഷിക്കാനുമുള്ള ദിനമാണിന്ന്. എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട്, എല്ലാവരെയും ആശീർവദിച്ചുകൊണ്ട്, ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വളരെ പ്രതീക്ഷയോടുകൂടി സമൂഹത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഈ യുവ വ്യക്തിത്വങ്ങൾ, അവരെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ പൂവണിയുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.